ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് GCSEക്ക് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പം GCSE എക്സാമിൻ്റെ സ്കോറിങ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി വരെ എത്തുന്ന തലത്തിനകത്ത് ആ സ്കോറിങ് വരുന്നത് എങ്ങനെയാണ്? സോ നമുക്കിപ്പം GCSEയും നമ്മുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മുടെ A ലെവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 6th ഫോം അല്ലെങ്കിൽ കോളേജ്. അപ്പോൾ ആദ്യം ഞാൻ വേണമെങ്കിൽ ഈ 6th ഫോമും കോളേജ് തമ്മിലുള്ള ഡിഫറൻസ് പറയാം. സോ 6th ഫോം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളായിട്ട് ഇൻ അലയൻസ് ആയിട്ട് പോകുന്ന ഒരു 12th 13th സ്റ്റാൻഡേർഡിനാണ് 6th ഫോം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ തന്നെ 12th 13th ഇയർ ചെയ്യുമ്പോഴത്തേനാണ് അതിനെ 6th ഫോം എന്ന് വിളിക്കുന്നത്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രീ ഡിഗ്രി +2 ആയെന്ന് പറഞ്ഞ അവിടുത്തെ പരിപാടി സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. സ്കൂളിൽ തന്നെ എന്ന് വെച്ചാൽ ഒരു ആ സ്കൂളിൻ്റെ തന്നെ ഒരു ഭാഗമാണത്. ഇവിടെ കോളേജ് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ഒരു ഓർഗനൈസേഷൻ, ഒരു 12ാം ക്ലാസ്സും 13ാം ക്ലാസ്സും മാത്രം ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെയാണ് നമ്മൾ കോളേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഈ 12th 13th മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് വേറെ ഒന്നും ചെയ്തില്ല, അവർക്ക് വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ അവരുടെ ഈ സെക്കൻഡറി സ്കൂൾ ഒന്നുമില്ല, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ജസ്റ്റ് 12th ഫ്രീ എഡ്യൂക്കേഷൻ. ഫ്രീ എഡ്യൂക്കേഷൻ. ഈശ കോളേജും ഫ്രീ. ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ഈശ കോളേജ് എന്ന് പറഞ്ഞാൽ അതും ഫ്രീ എഡ്യൂക്കേഷൻ അതായിട്ടുള്ളത്. സോ ഇപ്പം രണ്ടിടത്തും പോവുകയാണെങ്കിലും നമുക്ക് വലിയ മേജറായിട്ട് ഡിഫറൻസസ് ഒന്നുമില്ല. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, ടീച്ചേഴ്സ് കുറേയും കൂടെ ആ 12th 13th കൂടെ ഫോക്കസ് ആയിട്ടെന്ന് വെച്ചാൽ അതിനുവേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ വലിയൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. സോ നമ്മളിപ്പോൾ A ലെവൽസിലോട്ട് വരുന്നത് നമ്മുടെ GCSE എക്സാംസ് കഴിഞ്ഞിട്ടാണ്. നമ്മുടെ GCSE എക്സാം റിസൾട്ട്സ് നോർമലി ഒരു ഓഗസ്റ്റ് പീരീഡ് ആകുമ്പോഴത്തേനാണ് വരുന്നത്. ഇവിടുത്തെ UK A ലെവൽ എക്സാമിൻ്റെ റിസൾട്ടും GCSE എക്സാം റിസൾട്ട്സും വരുന്ന ഒരു മിഡ് ഓഗസ്റ്റ്, രണ്ടും ഒരു ആഴ്ചയുടെ ഗ്യാപ്പിലാണ് റിലീസാകുന്നത്. സോ നോർമലി പിള്ളേർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഈ GCSE എക്സാം റിസൾട്ട്സ് കഴിഞ്ഞിട്ടാണ് ഇവർ കോളേജിൽ അല്ലെങ്കിൽ 6th ഫോമിൽ എൻറോൾമെന്റിന് വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ അവരുടെ റിസൾട്ട്സ് ആയിട്ട് പോകുന്നത്. ഇപ്പം എൻ്റെ കാര്യത്തിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ GCSE റിസൾട്ട് ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ 6th ഫോമിലായിരുന്നു നിന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ട്സ് കിട്ടിയ ആ ദിവസം തന്നെ അപ്പം തന്നെ പോയി എൻറോൾ ചെയ്യുമായിരുന്നു. റിസൾട്ട്സ് കാണിച്ചു ആ സ്കൂളിൽ തന്നെ നമ്മൾ വേറെ ഒന്നും എടുക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ നമ്മൾ പോയ സെക്കൻഡറി എഡ്യൂക്കേഷൻ ചെയ്ത സ്കൂളിൽ തന്നെ 6th ഫോമിൽ നമ്മൾ പോകുന്നെങ്കിൽ കുറച്ചും ഡെവലപ്പ് ഉണ്ട്. കാരണം നമ്മുടെ ഓൾറെഡി മെയിൻ ഡീറ്റെയിൽസ് അവർക്ക് അറിയാം. ആ കൂടെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഓരോ കൗണ്ടർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും റിസൾട്ട്സ് ഡേ ആണ് എൻറോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോം സ്റ്റുഡൻ്റ് ആണ്, ഇത് ചെയ്ത് പോകാം. അതേപോലെ തന്നെ ഈ 6th ഫോമിന് വേണ്ടി തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമുക്ക് കയറാൻ പറ്റും. ഇപ്പം ആ സ്കൂളിൽ വന്ന് ചേർന്ന പിള്ളേർക്ക് മാത്രമേ ആ 6th ഫോമിന്റെ 12 13 പോകാന്നുള്ള നിയമമൊന്നുമില്ല. വേറെ സ്കൂളിൽ നിന്ന് വന്ന് അവിടുത്തെ 6th ഫോമിന് വേണമെങ്കിൽ പോകാം. GCSE റിസൾട്ട്സ് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ A ലെവൽസിന് പോയി എൻറോൾ ചെയ്യുന്നത്. അപ്പോൾ എൻറോൾമെന്റ് നടക്കുന്ന ഏകദേശം ആ മിഡ് ഓഗസ്റ്റ് ടൈം ആകും. പിന്നെ ആ മിഡ് ഓഗസ്റ്റ് തൊട്ട് ആ സെപ്റ്റംബർ തുറക്കുന്ന സമയം വരെയുണ്ട് സ്റ്റുഡൻസിന് വേണ്ടി പ്രിപ്പയർഡ് ആകാൻ വേണ്ടി. A ലെവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡിംഗ് സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ നേരത്തെ നമ്മുടെ മേലൊരു കൺട്രോൾ ഇല്ല, ഇന്ന വിഷയങ്ങൾ നിങ്ങൾ ചെയ്യണം, ഇനി മുതലൊരു മിനിമം amount ഇത് ചെയ്യണം എന്നുള്ളൊരു ഇതില്ല. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള 3 വിഷയങ്ങൾ ആ സ്കൂളിന് ഓഫർ ചെയ്തിരിക്കുന്ന ഏതൊക്കെ A ലെവൽ കോഴ്സസ് ആണോ ആ A ലെവൽ സബ്ജക്ട്സ് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ ഒത്തിരി സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. അത് സ്കൂൾ അനുസരിച്ചുണ്ട്. ഇപ്പം മിക്ക കോളേജിലും എന്തായാലും സയൻസസും മാത്സും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ചില സ്കൂളിൽ ഇപ്പം ബിസിനസ് സ്റ്റഡീസ്, സൈക്കോളജി, സോഷ്യോളജി, ലോ, മീഡിയ സ്റ്റഡീസ്, എക്കണോമിക്സ്, ക്രിയേറ്റീവായ മീഡിയ, ഹിസ്റ്ററി, ജിയോഗ്രഫി, പിന്നെ ഓരോ ലാംഗ്വേജസ്. ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഫർദർ മാത്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചില സ്കൂളിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് പഠിപ്പിക്കാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം ഫർദർ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളത്. പക്ഷെ ചില സ്കൂളിൽ അതും ഉണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടത് സയൻസ് ഗ്രൂപ്പ് എടുക്കും, അക്കൂട്ടത്തിൽ മാത്സ് എക്സ്ട്രാ ആയിട്ട് എടുക്കും, ആഡ് ഓൺ ആയിട്ട് എടുക്കും, എന്നിട്ട് അത് രണ്ടും എഴുതും. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ചേർന്നതിന് സെക്കൻഡ് ഗ്രൂപ്പിൽ ചേർന്നതിന് ഏതാണ്ട് കൂടെ കിട്ടും. അതായത് ഞങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വിഷയങ്ങൾ വേണം. ഇപ്പം നമുക്ക് ഇപ്പം ആർട്സ് ചെയ്യണമെങ്കിൽ ഒരു വിഷയം ആർട്സ്, അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ മറ്റേ വിഷയം ഫിസിക്സ്, എന്നിട്ട് വേറൊരു വിഷയം, മൂന്നാമത്തെ വിഷയം നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക സൈക്കോളജി, എക്കണോമിക്സ്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ കൂടുതൽ സമയം ഇവിടെ സ്റ്റുഡൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭാവിയിൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ ഏത് ഡിഗ്രി ആണോ ചെയ്യാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ചാണ് അവരുടെ ഓപ്ഷൻസ് അവർ ടൈലർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ഇപ്പം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ A ലെവൽ കയറുന്ന മുമ്പ് എനിക്ക് എഞ്ചിനീയറിംഗ് സൈഡിൽ അല്ലെങ്കിൽ സ്റ്റെം ബേസ്ഡ് എഞ്ചിനീയറിംഗ് സൈഡിലോട്ട് പോകാനായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ എനിക്ക് എന്നായാലും അറിയാനും എനിക്ക് മാത്സ് എന്നായാലും വേണം. അത് മാത്സ് ഇവിടെ ഒരു മിനിമം ആണ്. എഞ്ചിനീയറിംഗ് പോകണമെങ്കിൽ സ്പെസിഫിക്കലി മാത്സ് ഒരു മിനിമം റിക്വയർമെന്റ് ആണ്. പക്ഷേ കുറേ ഈ സ്റ്റെം സ്റ്റെം എന്ന് ഞാൻ പറയുമ്പോഴത്തേന് ഈ സയൻസ്, ടെക്നോളജി, എക്കണോമിക്സ്, മാത്സ് അങ്ങനത്തെ ബേസ് ആണ് സ്റ്റെം എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ബേസ് സബ്ജക്ട്സ് നമ്മൾ ഇപ്പം അങ്ങനെയാണ് വിളിക്കുന്നത് സ്റ്റെം സബ്ജക്ട്സ്. ഇപ്പം നമ്മുടെ സ്റ്റെം സബ്ജക്ട്സ് അതിനെ ജനറലി നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റി ചെയ്യുന്നെങ്കിൽ
മാത്സ് നിർബന്ധമായിരിക്കും. മെഡിസിൻ മാത്രമേ അവർ മാത്സ് നിർബന്ധമാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള മിക്ക എണ്ണത്തിനും മാത്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അവർ മാത്സ് പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനകത്ത് മാത്സ് അവർ പറഞ്ഞു. എക്കണോമിക്സ് ആണെങ്കിൽ അവർ മാത്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന അവരുടെ ഓപ്ഷൻസ് അതിനനുസരിച്ച് ടൈലർ ചെയ്യും. ഇപ്പൊ മെഡിസിന് പോകാൻ വേണ്ടി താല്പര്യമുള്ള പിള്ളേർ UK A levels എടുക്കുന്നത് അവർ ടെക്നിക്കലി ഒന്നെങ്കിൽ ബയോളജി ആൻഡ് കെമിസ്ട്രി ആയിട്ട് എടുക്കും. ഇപ്പൊ അക്കൗണ്ടിങ്ങിന് വേണമെങ്കിൽ ജസ്റ്റ് മാത്സ്, പിന്നെ ബാക്കി രണ്ട് വിഷയങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എക്കണോമിക്സ്. അതായത് ആ ഒരു കാലത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നതാണ് നമ്മൾ കരിയർ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു റഫ് ഐഡിയയിലും വേണം. ഇപ്പൊ അതിന് ആരെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അങ്ങനെ എന്തൊരു സാധനം? അങ്ങനത്തെ ഒരു ഇപ്പൊ എന്റെ ഭാഗത്തിൽ അങ്ങനെ നമുക്ക് ഒരു ഗൈഡൻസ് ഇല്ല. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഒരു വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമുക്കൊരു നേരത്തെ ഒരു റഫ് ഐഡിയ ചെയ്യണമെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പം നമുക്കൊരു ഫ്രീഡം ഉണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ആ ഫ്രീഡം നമ്മൾ തന്നെ എടുക്കണമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ തീരുമാനിക്കും നമുക്ക് എന്താ ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്നുള്ളത്. ചില ആൾക്കാർക്ക് റഫ്ലി ഒരു ഐഡിയ അറിയത്തില്ല അവരുടെ കരിയർ റൂട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പൊ അവരെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ജസ്റ്റ് എടുക്കുന്ന ഓപ്ഷൻസ് കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എടുക്കുന്നത് സ്പെസിഫിക് ആകത്തില്ല. ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ ബയോളജിസ്റ്റ് കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസിലോട്ട് നമ്മളിങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിങ്, ഫൈനാൻസ്, ആ സൈഡിലോട്ട് തന്നെ കണക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു. ബയോളജി എടുക്കുന്നതോടെ നമ്മളെ മെഡിസിൻ്റെ സൈഡിലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം സ്പെസിഫിക്കലി ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ തന്നെ ഇതില്ലെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ ഫിസിയോളജി അങ്ങനത്തെ ഒരു കരിയറിലോട്ട് നമ്മൾ ബയോളജി എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. പിന്നെ അതിനേക്കാളും ഇത് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ പിന്നെ നമുക്ക് വലിയൊരു ഇത് വരുത്തത്തില്ല. ഇപ്പം അങ്ങനത്തെ ഇപ്പം ബയോളജി മാത്സ് ഒരു ഓപ്ഷൻ എടുത്ത് പിന്നെ നമുക്കിപ്പം എക്കണോമിക്സ് വേണമെങ്കിൽ ഇപ്പം എടുത്തിരിക്കുന്ന 2 കരിയറിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഇതായിട്ടുള്ളത്. അപ്പം മാക്സിമം ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓപ്ഷൻസ് കൊണ്ട് നമുക്ക് ഒരു 2 or 3 കരിയേഴ്സിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് നമുക്ക് എടുക്കാം. അതിനെക്കാളും കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട്. സോ നമ്മളുടെ A levels എടുക്കുന്ന ഓപ്ഷൻസ് അതിനത്ര ഇമ്പോർട്ടൻറ്റും ആണ്. അതപ്പോൾ അത് നമ്മൾ എടുക്കുന്നതിന് ചിന്തിക്കേണ്ടതും കൂടെ ഒരു കാര്യമാണ്. നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഏത് കരിയറിലോട്ടാണ് പോകാൻ ആഗ്രഹമുള്ളത്. അതുകൊണ്ടാണ് A level ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ഒരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പം എൻ്റെ കേസിലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യം ഉണ്ടെന്നതുകൊണ്ട് ഞാനിപ്പോൾ ഫിസിക്സും മാത്സും ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ എനിക്കാണ് അത് അൾട്ടിമേറ്റ്ലി അതുകൊണ്ട് എനിക്ക് തന്നെയാണ് ഗുണം വന്നത്. കാരണം അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന കുറേ പ്രിൻസിപ്പിൾസ് അപ്പം കുറച്ചും കൂടി ഈസിയായി എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി. എനിക്കിപ്പം പോകണമെങ്കിൽ എനിക്ക് മാത്സ് മാത്രമേ അവർ റിക്വയർമെന്റ് ആയിട്ട് വെച്ചിരുന്നുള്ളൂ. ഫിസിക്സ് ഒരു റിക്വയർമെന്റ് അല്ലായിരുന്നു, മാത്സ് മാത്രമേ ഉണ്ടായിരുന്നു റിക്വയർമെന്റ്. പക്ഷെ ഞാൻ ഫിസിക്സ് എടുത്തുകൊണ്ട് എനിക്ക് കുറേ കൂടെ ചില കോൺസെപ്റ്റ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറേ കൂടെ എളുപ്പമായി. റിക്വയർമെന്റിനുള്ള ഒരു വിഷയം നമ്മൾ എടുത്തു എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പ്രകാരം ഈ വിഷയമാണ് മിനിമം ക്രൈറ്റീരിയ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കണ്ടേ വേറെ ഏതൊക്കെ വിഷയങ്ങളായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചില ഓപ്ഷൻസ് എടുക്കാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം ഉപരി ഇത് ചെയ്യുന്നത് നമുക്ക് ഒരു റഫ് ഐഡിയ വേണം. നമ്മുടെ ആ A level മുതൽ GCSE കിട്ടുന്ന സ്കോറിങ് തുടങ്ങി A level ചെന്ന് ഈ ബാക്കിയുള്ള അത് കംപ്ലീറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയോട് എത്തണം വരെയുള്ള പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ കരിയർ ചൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ കരിയർ പാത്ത് മാറിപ്പോകുന്ന എല്ലാം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ A ലെവലിന്റെ റിസൾട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമുക്ക് ഡിഗ്രി ഇത് ഓരോന്ന് വരുന്നത്. ഇപ്പം ബാക്ക് ഞാനിപ്പോൾ GCSE A ലെവലിലോട്ട് റിസൾട്ട് ഇപ്പോൾ ഇവിടുത്തെ കണക്ക് അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ GCSEയിൽ ഓൺ ആവറേജ് മോസ്റ്റ് സ്കൂളിൽ അല്ലെങ്കിൽ മോസ്റ്റ് കോളേജിൽ ഇവിടെ മിനിമം 7 ഗ്രേഡേലും കിട്ടണം. 7 ഗ്രേഡിംഗ് സിസ്റ്റം ഗ്രേഡ് 7 കിട്ടിയാലേ നമുക്ക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസസ് നമ്മൾ കോളേജ് ലെവൽ ചെയ്യാൻ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അത് അതെങ്ങനെയാ സ്കോർ കൈകാര്യം ചെയ്ത് എങ്ങനെയാ 7 എന്നുള്ള കണക്ക് വരുന്നത് എങ്ങനെയാ? ടോട്ടൽ സ്കോർ എത്രയാ? ടോട്ടൽ സ്കോർ എന്ന് വെച്ചാൽ 7 അല്ലെങ്കിൽ ഏറ്റവും ഹൈ സ്കോർ നമുക്ക് കിട്ടാൻ പറ്റുന്ന 9 to 1 ആണ് ഗ്രേഡിംഗ് സിസ്റ്റം. എക്സാം പാസ് ആകണമെങ്കിൽ മിനിമം 4 വേണം. 4 എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാമിന്റെ ഒരു 40% അല്ലെങ്കിൽ 50% പാർക്ക് മാർക്ക് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പണ്ടത്തെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഒരു ABCD പകരം നമ്പർ 9 to 1 അത് GCSE. A ലെവലിന് നമ്മൾ വീണ്ടും തിരിച്ച് A star A B C D ആ ലെവലിലോട്ട് വരും. അങ്ങനെ തന്നെ വരും. നമ്മുടെ നാട്ടിലെ ആ ഗ്രേഡിംഗ് സിസ്റ്റം വരുമ്പോഴത്തേനും A B ആ ഇതിലോട്ട് വരുന്നത്. പക്ഷെ നാട്ടിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടില് കാശ് കൊടുത്താണെങ്കിൽ നമുക്ക് സീറ്റ് മേടിക്കാൻ പറ്റും പിള്ളേരുടെ എബിലിറ്റി വെച്ചത്. പക്ഷെ ഇതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി. ഇപ്പം ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മെയിൻ പോയിന്റ്. നമുക്ക് കാശ് കൊടുത്ത് ഇവിടുന്ന് മേടിക്കാൻ പറ്റത്തില്ല. ആ കോഴ്സ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇത് വേണം, അതിനുള്ള മാർക്കും വേണം. അതിനനുസരിച്ച് അവർ ഇത് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അല്ലാതെ നാട്ടിൽ പോലെ നമുക്ക് ഇപ്പോൾ ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോളേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് കാശോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമില്ല. നമ്മുടെ പിന്നെ ഈ A ലെവൽസിന്റെ എക്സാംസിന്റെ ബേസിസിലാണ് നമുക്ക് എക്സാം റിസൾട്ടിലാണ് ബേസ്ഡാണ് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടെ തന്നെ ഓരോ കോഴ്സിന് ഇങ്ങനെ ഗ്രേഡ് എൻട്രി റിക്വയർമെന്റ്സ് വെച്ചിട്ടുണ്ട്.
അവരൊരു എൻട്രി ലെവൽ മാർക്ക് വെച്ചിരിക്കുകയാണ്, സ്കോറിംഗ് വെച്ചിരിക്കുകയാണ്. ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടെ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സ്കോർ വെച്ചിട്ടുണ്ട്. അവർ ഇന്ന ഗ്രേഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങളെ ഈ ഡിഗ്രി ഞങ്ങൾ എടുക്കത്തുള്ളൂ എന്നുള്ളത്. എന്നുവെച്ചാൽ ആ ഗ്രേഡ് നമ്മൾ A ലെവലിൽ എത്തണം. ഓക്കെ, ആ ഒരു സംഭവം മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് അഡ്മിഷൻ ഇവിടെ നിന്നും കിട്ടത്തില്ല. ഇല്ല, അവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കിട്ടത്തില്ല അഡ്മിഷൻ. അത് ആ ഓരോ വർഷത്തെ സ്ട്രിക്ട്നെസ് അനുസരിച്ചിരിക്കും. ഇപ്പം കോവിഡ് ടൈം, ഇപ്പം ഞാൻ എൻ്റെ A ലെവൽസ് എല്ലാം നടന്നത് കോവിഡിൻ്റെ പീരീഡിലായിരുന്നു. അപ്പം ആക്ച്വലി എൻ്റെ എക്സാം എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഗവൺമെൻറ് പ്രെഡിക്റ്റ് ചെയ്തൊരു അവരുടെ ആൽഗോരിതം വെച്ചൊരു പ്രെഡിക്റ്റഡ് ഗ്രേഡായിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷേ നോർമലി അവർ ഓരോ വർഷം നമ്മൾ പിള്ളേരെ ആക്ച്വലി എക്സാം എഴുതുന്നതാണെങ്കിൽ ചില സമയത്ത് അത് ഓരോന്നും ഇങ്ങനെ ലീനിയൻസി വരും ഓരോ വർഷം അനുസരിച്ച്, ആ വർഷത്തെ എക്സാമിനേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അനുസരിച്ച്. പക്ഷെ എന്നാലും നാടിനെ പോലെ മോഡറേഷൻ ഒന്നും ഇല്ല. അതിപ്പം ഈ വർഷം ഇത്ര ശതമാനം പിള്ളേർ ജയിച്ചു പോയിക്കോട്ടെ, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ അതുകൊണ്ട് കയറി പോയിക്കോട്ടെ ഇല്ല, അങ്ങനെ ഇതില്ല. ഇതിപ്പം നോർമലി എന്താ പറയുക, ഇപ്പം അത് കോഴ്സ് ഫില്ലപ്പ് ആകുന്ന കപ്പാസിറ്റി അനുസരിച്ചും ഇരിക്കണം. ഇപ്പം പക്ഷെ മിക്ക സമയത്തും മെയിൻ കോഴ്സസ് എല്ലാം പെട്ടെന്ന് ഫില്ലപ്പ് ആകും. പക്ഷെ ചില സമയത്ത് അവരിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രേഡിന്റെ വ്യത്യാസം കൊണ്ടാണ് പോയെന്ന് വെച്ചു, ഇപ്പോൾ AABക്ക് പകരം നമ്മൾ ABB കിട്ടിയെങ്കിൽ ചില സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരാം. പക്ഷേ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ 2 ഗ്രേഡിന് ഓഫ് നമ്മൾ ഡിഫറൻസ് ആയി വരുന്നെങ്കിൽ അവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫൗണ്ടേഷൻ ഇയർ ഓഫർ ചെയ്യും. ഈ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ 3 വർഷത്തെ ബാച്ചിലർ ഡിഗ്രി പിന്നെ ഒരു 4 വർഷത്തെ ഡിഗ്രി ആവും. സോ ഫസ്റ്റ് ഇയർ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. പക്ഷെ ആ ഇയറിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറെ ബേസിക്സ് പഠിപ്പിക്കുന്ന ഒരു വർഷം. അത് ഡിഗ്രിയുടെ ഇല്ല, കൗണ്ട് ചെയ്യത്തില്ല. അത് ഡിഗ്രിയുടെ മാർക്കായിട്ട് കൗണ്ട് ചെയ്യത്തില്ല. എന്നിട്ട് അത് പിന്നെയാണ് ഫസ്റ്റ് ഇയർ തുടങ്ങുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ യൂണിവേഴ്സിറ്റികളുടെ അടുത്ത ലെവൽ ഡിഗ്രി എന്ന് പറയുന്നതിലോട്ട് കയറുന്നത്. ഡിഗ്രി ലെവൽ ബാച്ചിലർ ഡിഗ്രി BSc എന്നൊക്കെ പറഞ്ഞ സാധനം. BSc ഇപ്പൊ നമ്മള് BSc ഉണ്ട് ഇവിടെ, BEng ഉണ്ട് ഇവിടെ, പിന്നെ നമ്മുടെ BA ഉണ്ട്. BEng എന്ന് പറയുമ്പോൾ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ്. BSc നമ്മുടെ ബാച്ചിലർ ഓഫ് സയൻസ്. പിന്നെ ഇപ്പം ഗ്രേഡിങ്സ് ഇപ്പൊ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെന്റ് ഗ്രേഡ് റിക്വയർമെന്റ്സ് ആകട്ടെ. ഇപ്പൊ കുറേ കൂടെ നല്ല ഹയർ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അവരുടെ ഓരോ വിഷയത്തിന് കുറേ കൂടെ ഹയർ എൻട്രി റിക്വയർമെന്റ്, കുറച്ചും കൂടെ താഴ്ന്ന റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കുറച്ചും കൂടെ ലോവർ ഗ്രേഡ് റിക്വയർമെന്റ്സ്. അല്ലെങ്കിൽ മെഡിസിൻ മാത്രം കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഇല്ല. മെഡിസിൻ യൂണിവേഴ്സിറ്റി ഈ UK എല്ലാത്തിനും 3A ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് 3A വേണം. മെഡിസിന് ഡോക്ടർ ആകാൻ മെഡിസിന്റെ കോഴ്സ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ചെയ്യുവാണെങ്കിലും 3A വേണം. പിന്നെ മെഡിസിന്റെ പ്രോസസ്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടും കൂടിയാണ്, കാരണം മെഡിസിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് അവരുടെ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ പ്രോസസ്സിന്. അല്ലാതെ നമുക്ക് കോളേജ് സാധാരണ ഡിഗ്രി ഒക്കെ പോകുന്നതിന് വലിയ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അത്രയും ടോപ്പ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നമ്മുടെ കേംബ്രിഡ്ജ്, ഓക്സ്ബ്രിഡ്ജ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഓക്സ്ബ്രിഡ്ജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും സ്റ്റുഡൻസിനെ വിളിക്കുന്നത് ഓക്സ്ഫോർഡ് സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആക്ച്വലി വളരെ നേരത്തെ തുടങ്ങുകയും ചെയ്യും. ഇപ്പം എനിക്കൊക്കെ പോലെ എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മുടെ സെക്കൻഡ് ഇയർ ഓഫ് കോളേജിലാണ്. അപ്പോൾ 13ാം ക്ലാസ്സിൽ ഒരു നവംബർ സമയമാകുമ്പോഴത്തേനും 1 month into നമ്മുടെ +2ൻ്റെ ഒരു സെക്കൻഡ് മന്ത് ആകുമ്പോഴത്തേനും ഇവരുടെ യൂണിവേഴ്സിറ്റി പ്രോസസ്സ് തുടങ്ങും. അത് സ്കൂള് നല്ല സപ്പോർട്ടും അത്. അപ്പം ഞങ്ങൾക്കൊക്കെ ആഴ്ചയിൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് UCAS ആപ്ലിക്കേഷൻസ് എന്നാണ് പറയുന്നത്. UCAS എന്ന് പറഞ്ഞ ഇവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ് യൂണിവേഴ്സിറ്റി എല്ലാവരും ഉപയോഗിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സെൻഡ് ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു ലെറ്റർ തന്നെ നമ്മൾ സത്യം പറഞ്ഞ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേന്. എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് തന്നെ ആയിട്ടുള്ള കവർ ലെറ്റർ പോലെ നമ്മളെ കുറിച്ച് ഇത് ചെയ്യണം. പക്ഷെ നമ്മളിങ്ങനെ ഒരു ലെറ്ററൊക്കെ നമ്മൾ അയക്കണം അവരോട്. നമ്മൾ ആ ഡിഗ്രി ചെയ്യാനായിട്ടുള്ള നമ്മുടെ താല്പര്യം എന്താ, എന്നതൊക്കെ നമ്മൾ സോഫാർ നമ്മുടെ അപ് ടു ദിസ് പോയിന്റ് നമ്മൾ എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കുറിച്ച് ഇത് ചെയ്യാൻ വേണ്ടി, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ആ ലെറ്ററിൽ ഇത് ചെയ്യണം. സോ ആ പ്രോസസ്സ് സത്യം പറഞ്ഞാൽ ഈ നവംബർ തൊട്ട് തുടങ്ങും. എന്നിട്ട് നമുക്ക് അപ് ടു നമുക്ക് എന്താ പറയുക, നമുക്ക് 5 ഓപ്ഷൻസ് വരെ ഇത് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ 5 ഓപ്ഷൻസിനകത്ത് നിന്ന് 2 ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് വെക്കാൻ പറ്റുക. ഒന്ന് ഫേം ഓപ്ഷൻ, ഒന്ന് ഇൻഷുറൻസ് ഓപ്ഷൻ. എന്ന് വെച്ചാൽ UCASൽ നമുക്ക് തന്നെ ഇല്ലേ ആ 2 ഇതായിട്ട് ചെയ്യാം. UCAS പ്ലാറ്റ്ഫോമിൽ നമുക്ക് 5 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കൂളിന്റെ ആപ്ലിക്കേഷൻ എടുക്കുന്ന പോലെ തന്നെ പ്രിഫറൻസ് കൊടുക്കുന്നു. അതിന് ഒരു 5 ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ, ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സെൻഡ് ഓഫ് ചെയ്യുന്നത്. അല്ലാതെ അവർ സ്വന്തമായിട്ട് അയക്കുകയല്ല ചെയ്യുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ ഏതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് UCAS ആ പ്ലാറ്റ്ഫോം വെച്ച്. എന്നിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി നമ്മുടെ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്തിട്ട് ഈ A ലെവൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് ഓരോ കണ്ടീഷണൽ ഓഫേഴ്സ് തരും. ഇപ്പൊ കണ്ടീഷണൽ ഓഫർ, ഇപ്പൊ ഓക്കെ നീ ഇന്ന ഇത് കിട്ടുവാണെങ്കിൽ നിന്നെ ഞങ്ങൾ എടുത്തോളാം. പക്ഷെ ഈവൻ ആ സ്റ്റേജ് വരെ എത്തണമെങ്കിൽ അവർ നമ്മുടെ ഏതെല്ലാം വായിച്ച് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഓക്കെ ഇയാളെ എടുക്കാൻ ആപ്റ്റാണ്, ഓഫർ തരാം അവർക്ക്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഓഫർ വരുന്നത്. മെജോറിറ്റി ഓഫ് ദി ടൈം ഇവിടുത്തെ ഹോം സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഓഫർ കിട്ടും. പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് ഉണ്ട്. നമ്മുടെ പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് വെച്ചാണ് സത്യം പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത്. പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് നമ്മുടെ
12ാം ക്ലാസ്സിലെ പെർഫോമൻസ് ഹോൾ 12th ഇയറിലെ പെർഫോമൻസ് ബേസ് ചെയ്താണ് നമുക്ക് പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് വരുന്നത്. സോ മെയിൻലി ഈ 12ാം ക്ലാസ്സിന്റെ എൻഡ് ഓഫ് 12th ഇയർ ആകുമ്പോഴത്തേന് നമുക്കൊരു സെറ്റ് എക്സാംസ് ഉണ്ട്, സമ്മർ എക്സാംസ് പോലെ തന്നെയാണ്. പക്ഷെ ആ എക്സാംസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 13ാം ക്ലാസ്സിലോട്ട് കയറുമ്പോഴത്തേന് നമുക്കൊരു സെറ്റ് ഈ പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ. എന്നിട്ട് ആ പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് വെച്ചാണ് എല്ലാ സ്റ്റുഡൻസിനും അവരുടെ ഓൺ സെറ്റ് ഓഫ് പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് കൊടുക്കും. എന്നിട്ട് ആ ഗ്രേഡ് വെച്ചാണ് നമ്മൾ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഓരോ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ സെറ്റ് ഗ്രേഡ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പം നമ്മുടെ പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം 3 BA ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ആ ലെവലിലുള്ള യൂണിവേഴ്സിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്ന 3 B പക്ഷെ എന്നാൽ പോലും ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് 1 Aയും 2 B ഉള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ 2 Aയും 1 B ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷെ എന്നിട്ട് അവർ തിരിച്ച് ഇതായിട്ട് വരത്തുള്ളൂ, ഓക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ, പക്ഷേ ഇത് ഈ ഇന്ന മാർക്ക് എന്തായാലും വേണം, എന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ എടുക്കത്തുള്ളൂ. 3 B ആയിട്ട് കിട്ടുന്ന കാര്യമൊന്നുമില്ല. സോ ആ എൻഡ് ഓഫ് 12th ഇയറിലെ ആ എക്സാംസ് വെച്ചാണ് നമുക്ക് 13ാം ക്ലാസ് നമ്മുടെ പ്രെഡിക്റ്റഡ് ഗ്രേഡ്സ് വരുന്നത്. എന്നിട്ട് ആ ഗ്രേഡ്സ് വെച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഉള്ളത് എല്ലാം ഒരു നവംബർ ശേഷം നമുക്കൊരു അത് ഓരോ യൂണിവേഴ്സിറ്റികൾ അനുസരിച്ചിരിക്കും, നമ്മുടെ ആപ്ലിക്കേഷൻ എത്ര പെട്ടെന്ന് നമ്മൾ തീർത്തതെന്നനുസരിച്ചിരിക്കും ഓഫേഴ്സ് നമുക്ക് വരുന്നത്. പക്ഷേ റിലേറ്റീവ്ലി ഒരു ഡിസംബർ കഴിഞ്ഞുള്ള ഒരു പീരീഡ് ആകുമ്പോഴത്തേന് റഫ്ലി നമുക്ക് നമ്മളുടെ പയ്യെ ഓരോ യൂണിവേഴ്സിറ്റികളുടെ ഓഫർ വന്നു തുടങ്ങും. അപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞ സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഓക്കെ കാര്യം സീരിയസ് ആയി തുടങ്ങിയത് നമുക്ക് തന്നെ ഒരു ബോധം വരുന്നത്. കാരണം വെച്ചാൽ ഓക്കെ A-level എക്സാം ഇനി ഒരു 6 മാസത്തിനടിയിൽ സമയത്തിലേ ഉള്ളൂ, യൂണിവേഴ്സിറ്റികൾ ഓഫർ വന്നു തുടങ്ങി. ഇനി നമ്മുടെ ലക്ഷ്യം ഇനി കാരണം അതിന് ശേഷം നമുക്ക് പറഞ്ഞ നമുക്കൊരു എയിം പോലെ പിന്നെ വന്നു. ഓഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം ഇനി ആ ഓഫറിന് കിട്ടാനുള്ള റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യണം എക്സാമിൽ. പിന്നെ അങ്ങനെ ഒരു ഇത് ചെയ്ത് വരും. അപ്പോൾ അതൊരു രീതിയിൽ ഇവർ ചെയ്യുന്ന ഒരു നല്ല സിസ്റ്റം തന്നെ. കാരണം 13ാം ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ ഇത് ചെയ്യുവാണെങ്കിൽ പിള്ളേർക്ക് തന്നെ ഒരു എയിം കൊടുക്കാൻ പറ്റും, ഒരു വർഷം സമയമുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി, ഇതാണ് ചെയ്യേണ്ട സംഭവം എന്നതാണെന്നുള്ളത്. പിന്നെ അവർ ഇപ്പൊ എന്റെ സ്കൂളാണെങ്കിൽ നല്ല സപ്പോർട്ടിങ് ആണ്. ഇപ്പൊ നമ്മൾ ഓപ്ഷൻസ് കണ്ടെത്തുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ. പിന്നെ ഇപ്പൊ ആ ലെറ്ററിനെ വിളിക്കുന്നതാണ് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അവർ വിളിക്കുന്നത്, നമ്മൾ എടുക്കുന്ന ലെറ്റർ. അതുകൂടാതെ തന്നെ ഈ നമ്മളുടെ ഓരോ ടീച്ചർമാര് നമ്മൾക്ക് വേണ്ടി ഓരോ റിവ്യൂ പോലെ ഒരു സംഭവം എഴുതി കൊടുക്കും ഈ യൂണിവേഴ്സിറ്റികൾ നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ബിഹേവിയർ റിപ്പോർട്ട് പോലത്തെ ഒരു സംഭവം, നമ്മളൊരു സ്റ്റുഡന്റ് എങ്ങനെയാണ്, നമ്മൾ വ്യക്തി ക്ലാസ്സിൽ എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു ഇതും കൂടെ എഴുതി കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ ടീച്ചർ ആണെങ്കിൽ പോലും എൻ്റെ ഒരു ടീച്ചർ പുള്ളി എപ്പോഴും പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഫിസിക്സ് പഠിച്ചൊരു പുള്ളിയാണ്, പുള്ളി നല്ല വെച്ചത് എൻ്റെ നിങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ നന്നായിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ആ സപ്പോർട്ടിങ് പ്രോസസ്സ് നല്ല ഹൈ സ്റ്റാൻഡേർഡ് തന്നെയാണ്. നമ്മുടെ ഇപ്പം എൻ്റെ സ്കൂളിലാണെങ്കിൽ മോസ്റ്റ് സ്കൂളിൽ അത് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും, യൂണിവേഴ്സിറ്റിയിൽ വരെ എത്തുന്ന ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയുള്ളത്. പോസ്റ്റ് എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പം അതിലും തന്നെ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഇങ്ങനെ സ്ട്രീംസ് വരുന്ന ഒരു സെക്ഷനാണ്. തള്ളിപ്പോ അപ്പൊ അവരുടെ ഓഫർ വാലിഡ് അല്ല ഒരിക്കലും. അപ്പൊ നമുക്ക് കിട്ടിയ ഗ്രേഡ് നമ്മൾ അങ്ങ് കൊടുക്കും. എന്നിട്ട് അവർ പറയും നിങ്ങൾക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. വേറെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ അല്ലാതെ വേറെ ഏതൊക്കെ യൂണിയൻ ഉണ്ടോ അവരുടെ ക്ലിയറിംഗ് ത്രൂ നമുക്ക് വേണമെങ്കിൽ ആ ഡിഗ്രിക്ക് കയറാൻ പറ്റും.